ഹലോ, ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു ബ്രെഡ് റോളാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്, അതേപോലെ തന്നെ ഈസിയും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് 1/2 കപ്പ് വെള്ളത്തിൽ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ബാക്കി ചിക്കനിൽ നിന്നും കൂടിയും വെള്ളം ഇറങ്ങി ചിക്കൻ വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു വെള്ളവും ഈ ചിക്കനും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ചൂടായ പാനിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ബട്ടറോ ഗീയോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് യൂസ് ചെയ്തത്. ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സവാള, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ക്യാപ്സിക്കം, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചെറുതായി അരിഞ്ഞ ആ ഒരു വെളുത്തുള്ളി ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സവാള നന്നായി വയന്ന് കിട്ടണം. പിന്നെ ഞാൻ 3 പച്ചമുളകും കൂടി ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും എടുക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് പെട്ടെന്നൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നേരത്തെ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. ചിക്കൻ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് വെക്കാം. ഏകദേശം ഒരു 2 മിനിറ്റിന് ശേഷം ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ വയന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ആഡ് ചെയ്യുമ്പോൾ ഒരുപാടൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യരുത്. കുറച്ച് മസാലപ്പൊടി മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. എല്ലാം ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കൂടുതൽ ഇട്ടാൽ നമ്മുടെ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം നമ്മൾ വഴറ്റിയിട്ടൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക. പകരം നിങ്ങൾക്ക് ഇപ്പോൾ തക്കാളി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഓപ്ഷണലാണ്. അപ്പോൾ ഇതുകൂടി ഇട്ടാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതും കൂടി ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒരിക്കലും നമ്മൾ ഉള്ളി വഴറ്റുന്നതിൻ്റെ ഫസ്റ്റ് ടൈമിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നല്ലോണം വെന്ത് പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ക്യാപ്സിക്കം ഒരിക്കലും കൂടുതൽ വേവാൻ പാടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ സ്റ്റോക്കാണ്. ചിക്കൻ വേവിച്ച വെള്ളം മാറ്റി വെക്കാൻ പറഞ്ഞിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച ചിക്കനും ചെറിയ പീസസായി അരിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പം തന്നെ നമ്മുടെ ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചുള്ള മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിയില കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു വെള്ളം ഏകദേശം വറ്റി കിട്ടും. വെള്ളം നന്നായിട്ട് ഡ്രൈ ആവണം. അതുവരെ നമ്മൾ ഈ മസാല ചെറിയൊരു ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം വറ്റിക്കിട്ടി മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് പീസസും എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ബ്രെഡ് പീസ് നമ്മൾ ഈ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലിട്ടിട്ട് നല്ലോണം വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കണം. വെള്ളം നന്നായി പിഴിയണം. എല്ലാന്നാണെങ്കിൽ നമ്മളിത് തയ്യാറാക്കിയെടുത്ത് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര സോഫ്റ്റായി പോകും. അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടാവും, ചിലർക്ക് ഇഷ്ടാവില്ല. അതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം ഊറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല മിഡിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മതി. ഓവറായിട്ട് വെച്ചാൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ചിലരിതിൻ്റെ അരിക് കട്ട് ചെയ്യും. ഞാനിപ്പോൾ അരികൊന്നും കട്ട് ചെയ്യുന്നില്ല, വെറുതെ അത് വേസ്റ്റ് ചെയ്യേണ്ട. അരിക് കട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ റോളായി കിട്ടും. നല്ലോണം ഒട്ടി നിൽക്കും. അതിന് പ്രത്യേകിച്ച് ഒരു മൈദമാവൊന്നും ഇനി ആവശ്യമില്ല. ഇതേപോലെ നമുക്ക് എല്ലാ ബ്രെഡ് പീസും തയ്യാറാക്കിയെടുക്കാം. വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക. വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ലോണം അതൊന്ന് പിഴിഞ്ഞെടുക്കണം. നല്ലോണം വെള്ളം അതിൽ നിന്ന് പോകണം. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് മസാല ആഡ് ചെയ്യേണ്ടത്. മസാല ഫില്ല് ചെയ്യുമ്പം സൂക്ഷിക്കുക, ഓവർ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് പൊട്ടിപ്പോവാനും റോൾ ചെയ്യാനെല്ലാം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്താൽ തന്നെ അത് നന്നായിട്ട് തന്നെ സ്റ്റിക്കായി നിൽക്കും. അതേപോലെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള അത്രയും റോൾസ് തയ്യാറാക്കിയെടുക്കാം. ബ്രെഡ് റോൾ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് മല്ലിയില അരിഞ്ഞത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മല്ലിയില ആഡ് ചെയ്ത്
എടുത്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ടിട്ട് പാനിലേക്ക് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗീ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് റോൾസ് നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിയിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ ബ്രെഡ് റോൾസും നമ്മൾ ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഹെൽത്തിയും ടേസ്റ്റിയും ഒക്കെ ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. എല്ലാ ഭാഗവും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇതിൻ്റെ സൈഡ് കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഞാനിത് പാനിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ബ്രെഡ് റോൾസ് കൂടി അതേപോലെ തന്നെ പാനിലേക്ക് നിരത്തി വെച്ച് 5 മിനിറ്റ് 2 സൈഡും വെച്ചതിന് ശേഷം നമുക്ക് പാനിൽ നിന്നും ഇത് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ബാച്ച് കൂടി ഒരു 2 സൈഡ് കൂടി റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഭാഗം കൂടി റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൈഡും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പാനിൽ നിന്നും ഇത് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് റോളാണിത്. എല്ലാവരും റെഡിയാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.